ഗപ്പിക്ക് കൊടുക്കാൻ പുതിയ തീറ്റ വന്നിട്ടുണ്ട്. ഫാൻസി ഗപ്പി എന്നാണ് ഇതിൻ്റെ തീറ്റയ്ക്ക് പറയുന്നത്. അടിപൊളി തീറ്റയാണ്. ഞാൻ ആദ്യമായിട്ടാണ് വാങ്ങിക്കുന്നത്. എന്തോളം വെറൈറ്റി സാധനമാണ്. പക്ഷേ ഇച്ചിരിയേ ഉള്ളൂ ആകപ്പാടെ. എന്നാലും കുറച്ച് ഗപ്പിക്ക് മാത്രമേ കൊടുക്കാനുള്ളൂ. വാങ്ങിക്കേണ്ടവർക്ക് വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനും വീഡിയോ ടാഗും ചെയ്തിട്ടുണ്ട് ഈ പ്രോഡക്റ്റ്. എന്താണ് എല്ലാവരും വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കണം. അടിപൊളിയാണ്. ഹൈ ക്വാളിറ്റി ഫുഡാണ്. പിന്നെ കുറച്ച് മീനുകൾക്ക് കൊടുക്കാനുള്ളതേ ഉള്ളൂ. അത്രേ ഉള്ളൂ ഇത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് വെറും 123 രൂപയാണ്. എന്തുകൊണ്ടാണ് ഈ കാണുന്ന ഗപ്പികളെയാണ് വലുതാക്കി എടുക്കേണ്ടത് ഇനിയും ഈ തീറ്റ കൊടുത്ത്. ഇത് ഫുൾ ബ്ലാക്ക് ബിഗ് ഇയർ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. പുതിയ വെറൈറ്റിയാണ്. ഇത് ഏകദേശം ഈ ഒരു സൈസ് ആയിട്ടുണ്ട്. ഇനിയും കുറച്ചുകൂടെ സൈസ് ആയാലേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഇതിപ്പോൾ ആദ്യത്തെ ബാച്ച് കുഞ്ഞുങ്ങളാണ് മൊത്തം. ഇതൊക്കെ ഏകദേശം സൈസ് ആയിട്ടുണ്ട്. ആ ഫീമെയിലാണ് ഇച്ചിരി ചാടിപ്പോയത്. ഇപ്പോൾ കൈയിരിക്കുന്ന രണ്ടും മെയിലാണ്. എന്നുള്ള ഇയർ സൈസ് ആയിട്ടില്ല. സൈസ് ആകണമെങ്കിൽ ഈ തീറ്റയും കൂടെ കൊടുത്ത് കുറച്ചുകൂടെ സൈസാക്കി എടുക്കണം. അടിപൊളി ക്വാളിറ്റി ഉള്ള തീറ്റയാണ്. ഇതിപ്പോൾ ഇത്രയും സൈസാക്കി എടുത്തതെന്ന് പറഞ്ഞാൽ ബ്ലഡ് വെയിംസ് നേരത്തെ തീറ്റ കൊടുത്താണ് ഇത്ര ആക്കിയെടുത്ത്. അതുകൊണ്ട് ഈ തീറ്റയും കൂടെ കൊടുക്കുമ്പോൾ കംപ്ലീറ്റ് സൈസാവും. ഇതിപ്പോൾ പർപ്പിൾ ബെറി ഡ്രാഗൺ ബിഗ് ഇയർ ആണ്. അതിൻ്റെ മെയിലാണ് അത്. അതിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ കുറച്ചുകൂടെ സൈസ് ആകാനുണ്ട് ഇനിയും. ഫുൾ ബ്ലാക്ക് ബിഗ് ഇയറിൻ്റെ ആ ഒരു വലുപ്പം ആയിട്ടുള്ളൂ. ഇനിയും കുറച്ചുകൂടെ ആകണം. അതുകൊണ്ട് കുറേ കുഞ്ഞുങ്ങളുണ്ട്. മറ്റേതിനേക്കാളും കൂടുതൽ കുഞ്ഞുങ്ങൾ ഇതിനകത്താണ്. അതുകൊണ്ട് ഇതിന് കൂടുതൽ മെയിലാണ് ഇറങ്ങിയേക്കുന്നത്. മൊത്തം ഫീമെയിൽ 1-2 എണ്ണമൊക്കെ ഉള്ളൂ. അതുകൊണ്ട് ബ്രീഡിംഗ് പെയർ ഇതിൻ്റെ ചത്തുപോയി. അയ്യോ, അത് ഭയങ്കര സ്ട്രെസ് അടിച്ച് ഈ മെയിൽ ക്രോസാക്കി അത് ചത്തു. എന്താണ് ചില ബ്രീഡിന് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഫീമെയിലിനെ മെയിൽ ഇങ്ങനെ ക്രോസാക്കി കൊല്ലുന്ന പരിപാടി. അതുകൊണ്ട് ഇതിപ്പോൾ കുറേ കുഞ്ഞുങ്ങളാണ്. ഇതിപ്പോൾ ഒരു വലുപ്പം ആയിട്ടുള്ളൂ. ഇനിയും കുറച്ചുകൂടെ ആകാനുണ്ട്. ഇയറൊക്കെ സൈസ് ആകാനുണ്ട്. നല്ല ലാർജ് ടൈപ്പ് ഗപ്പിയാണിത്. നല്ല ഇമ്മ്യൂണിറ്റി ഉള്ള. പിന്നെ ഇതിൻ്റെ കുഞ്ഞുങ്ങൾ ഇറങ്ങുന്ന മൊത്തം സെയിം കളറേ ഇറങ്ങത്തുള്ളൂ. വേറെ ഒന്നും ഇറങ്ങത്തില്ല. നല്ല ക്വാളിറ്റി, നല്ല സ്റ്റേബിളായിട്ട് കിട്ടും. ഇതാണ് തീറ്റ. ഇത് പൊട്ടിച്ച് നോക്കിയപ്പോൾ അടിപൊളിയാണ്. പൗഡർ രൂപത്തിലാണ്. അതായത് തീരെ ചെറിയ പൗഡർ അല്ല, എന്നാലും ഒരു ചെറിയ ടൈപ്പ് പൗഡർ ടൈപ്പാണ്. എന്തായാലും കൊള്ളാം. മീനുകൾക്കെല്ലാം ഇഷ്ടപ്പെട്ടു. ഇട്ട് നോക്കിയപ്പോൾ തന്നെ അന്നേരം തിന്ന് തീർത്തെല്ലാം. ഇതാണ് കളറും കാര്യങ്ങളും അതിൻ്റെ. ഇതാണിത്. വേറൊരു ടിന്നിനകത്ത് സൂക്ഷിക്കാനുള്ള പ്ലാനാണ്. പാക്കറ്റ് പൊട്ടിച്ച് കഴിഞ്ഞാൽ കാറ്റ് കയറി മൊത്തം കട്ട പിടിച്ച് കഴിഞ്ഞാൽ പോകും മൊത്തം. ഇതിപ്പോൾ ആദ്യം ഫുൾ ബ്ലാക്ക് ബിഗ് ഇയറിന് കൊടുക്കാം. എന്തുകൊണ്ട് ഇതാണ് തീറ്റ. ഇത്രയും സൈസേ ഉള്ളൂ. തീരെ പൗഡറല്ല, എന്നാലും അത്യാവശ്യം ചെറിയ ടൈപ്പ് സാധനമാണ്. എന്തുകൊണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മൊത്തം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാം കൂട്ടമായിട്ട് വന്ന് കഴിക്കുന്നു. അയ്യോ, ഇതിനകത്ത് മെയിലും ഫീമെയിലും ഈക്വലായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. മറ്റേ പർപ്പിൾ ബെറി ഡ്രാഗൺ ബിഗ് ഇയറിന് മാത്രം കൂടുതലും ഇറങ്ങുന്ന മെയിലാണ്. അതാണ് ഏറ്റവും സീൻ. എന്തുകൊണ്ട് ഫീമെയിൽ കുറച്ചേ ഉള്ളൂ. അതിനെ അത്യാവശ്യം ബൾക്കാക്കി ഇനി എടുക്കണം. എന്തുകൊണ്ട് ഇത് ഏകദേശം ബൾക്കാക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ 30 ജോഡി കൂടുതലുണ്ട് സാധനം. ഇതിപ്പോൾ തീരെ ചെറിയ കുഞ്ഞുങ്ങളാണ്. അത് കുറച്ചേ ഉള്ളൂ. വലിയ കുഞ്ഞുങ്ങളാണ് കൂടുതലായിട്ടുള്ളത്. ഇത് ആദ്യത്തെ ബാച്ചാണ് ഈ കാണുന്ന വലിയ കുഞ്ഞുങ്ങളെല്ലാം. ഇതിനെ കൊടുക്കാനുള്ള പ്ലാനാണ്. പക്ഷേ സൈസ് ഇനിയും കയറാനുണ്ട്. എന്താണ് ഇതെല്ലാം തിന്ന് കയറുന്നുണ്ട്. ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ തീറ്റ തീർന്നു കഴിയുമ്പോൾ ഇതെല്ലാം വലുതാവും. എന്താണ് പെട്ടെന്ന് ഒത്തിരി ഇട്ട് കൊടുക്കുന്നില്ല. ഒരു നേരം ഈ തീറ്റ, പിന്നെ വേറെ ഏതെങ്കിലും തീറ്റ, രാവിലെ വേറെ തീറ്റ, വൈകുന്നേരം മാത്രം ഈ തീറ്റയും കൊടുക്കും. ആ രീതി. തൽക്കാലം ഈ തീറ്റ ഈ ടിന്നിനകത്തോട്ടാണ് ഇടുന്നത്. എന്താണ് ഈ കവറിനകത്തുള്ളത് ഇതിനകത്ത് കൊള്ളാൻ പറ്റും. അതിനുള്ളേ ഉള്ളൂ. ഇപ്പോൾ ഡാർക്ക് പർപ്പിളൊക്കെ വന്നിട്ടുണ്ട്. ഡാർക്ക് പർപ്പിൾ ഗപ്പി. അതിനും പിൻറ്റെയിൽ പ്ലാറ്റിങ്ങും കൂടെ കൊടുത്ത് ഈ ഫുഡ് എന്താണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നല്ലപോലെ. ഡാർക്ക് പർപ്പിൾ ഗപ്പി ഇപ്പോൾ നല്ല സെയിലായി പോകുന്നുണ്ട് നല്ലപോലെ ഇപ്പോൾ. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കുഞ്ഞുങ്ങൾ വലുതായി വരാൻ താമസമാണ്. ബാക്കിയുള്ള ഗപ്പികളെ പോലെ അല്ല. മുമ്പേ കാണിച്ച 2 വെറൈറ്റിയേക്കാളും പാടാണ് ഇത് വലുതായി വരണമെങ്കിൽ. ഈ കളറൊക്കെ ഈ സ്റ്റേജിലാകണമെങ്കിൽ കുറഞ്ഞ ഒരു കളറൊക്കെ ഇച്ചിരി ഫില്ലായി കിട്ടണമെങ്കിൽ തന്നെ ഒരു 4 മാസം പിടിക്കും. എന്താണ് ഭയങ്കര ബൾക്കാക്കി എടുക്കാനുള്ള പ്ലാനാണ്. പക്ഷേ ആകുന്നില്ല അങ്ങോട്ട്. ബാക്കിയുള്ള ഇതിനെ കൂട്ട് പെട്ടെന്ന് അങ്ങോട്ട് ആകുന്നില്ല. എന്തുകൊണ്ട് ഇത് പർപ്പിൾ ബെറി ഡ്രാഗൺ ബിഗ് ഇയർ നല്ല പോലെ ആയിട്ടുണ്ട്. നിറച്ചുണ്ട്. കൂടുതൽ മെയിലാന്നേ ഉള്ളൂ. പക്ഷേ ഫീമെയിൽ 1-2 എണ്ണമൊക്കെ ഉള്ളൂ. പിന്നെ തീരെ ചെറിയ കുഞ്ഞ് 1-2 എണ്ണം ഉണ്ട്. അതെന്തോ ഡാമേജ് പറ്റിയാണെന്ന് തോന്നുന്നു. അതിനെന്തോ വളർച്ചക്കുറവോ എന്തോ മുരടിച്ച് നിൽക്കുന്നു. എന്താണ് അങ്ങനെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട് 2-3 എണ്ണത്തിന്. ഇതാണ് ഏറ്റവും വലിയ ടാങ്ക്. ഇതിനകത്തിട്ട് കൊടുത്തിട്ടുണ്ട്. പ്ലാറ്റിനം റെഡ് ബിഗ് ഇയറിനാണ് കൊടുത്തത് തീറ്റ. പിന്നെ ഇതിനകത്ത് ചില്ലി മൊസൈക്ക് ഉണ്ട്, ബിഗ് ഇയർ ഉണ്ട്, പിന്നെ സോട്ടയിലുണ്ട്, പ്ലാറ്റി ഉണ്ട്, ബ്ലാക്ക് മോളി ഉണ്ട്. ഇതിനെല്ലാം ഇട്ട് കൊടുത്തു. പക്ഷേ ഇതിങ്ങനെ ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ മിക്കവാറും ഇത് പെട്ടെന്ന് തീരും.
ആ ഫുൾ ബ്ലാക്ക് ബിഗ് ഇയറിനും പർപ്പിൾ ബെറി ഡ്രാഗൺ ബിഗ് ഇയറിനും മാത്രമായിട്ട് ഈ തീറ്റ കൊടുക്കാനാണ് പ്ലാന്. എന്തുകൊണ്ടാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക.